നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര മന്ത്രിസഭയെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രധാനമന്ത്രി ഉൾപ്പെടെ ആകെ 72 മന്ത്രിമാരാണ് ആകെയുള്ളത്. 30 സ്വതന്ത്ര മന്ത്രിമാരും 36 സഹമന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും 2 മലയാളികളുമാണ് ഉള്ളത്. ഒന്നുകൂടെ നോക്കാം. പ്രധാനമന്ത്രി ഉൾപ്പെടെ ആകെ 72 മന്ത്രിമാരാണുള്ളത്. 30 ക്യാബിനറ്റ് മന്ത്രിമാരും 36 സഹമന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും 2 മലയാളികളുമാണ് ഉള്ളത്. പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാമല്ലോ, നരേന്ദ്രമോദി. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പേഴ്സണൽ പൊതുജന പരാതികളും പെൻഷനുകളും, ആണവോർജ്ജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, പിന്നെ മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത വകുപ്പുകളും പ്രധാനമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. പേഴ്സണൽ പൊതുജന പരാതികളും പെൻഷനുകളും, ആണവോർജ്ജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, പിന്നെ മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത മറ്റു വകുപ്പുകളും. ഓക്കെ, നമുക്കിനി ക്യാബിനറ്റ് മന്ത്രിമാരെ പറ്റി നോക്കാം. ആകെ 30 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് വൺ, രാജ്നാഥ് സിംഗ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പ്രതിരോധ മന്ത്രാലയം, ഡിഫൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ്. അടുത്തത് അമിത് ഷാ, ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സഹകരണ മന്ത്രാലയം. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ്. രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത് ഷാ ആഭ്യന്തരം. അടുത്ത് നോക്കാം. ശ്രീ നിതിൻ ജയറാം ഗഡ്കരി. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയമാണ്. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ. കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം. അപ്പം കൃഷി കാർഷിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്തത് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, വിദേശകാര്യ മന്ത്രാലയം. അപ്പോൾ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറാണ്. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറാണ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത് നോക്കാം. ശ്രീ HD കുമാരസ്വാമി. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഘനവ്യവസായ മന്ത്രാലയം, ഉരുക്ക് മന്ത്രാലയം. അപ്പം ഘനവ്യവസായം, ഉരുക്ക് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ HD കുമാരസ്വാമിയാണ്. അടുത്തത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലോ, പ്രധാൻ എന്ന് പറയുമ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വിദ്യാഭ്യാസമാണ്. അടുത്തത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ്. അപ്പോൾ ഈ പേരിൽ തന്നെയുണ്ട് രാജീവ് രഞ്ജൻ, പഞ്ചായത്തി രാജ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക. പഞ്ചായത്തി രാജ് വകുപ്പും പിന്നെ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയം. ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് ആണ്. അടുത്തത് ഡോക്ടർ വീരേന്ദ്രകുമാർ. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. അപ്പോൾ സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. അടുത്തത് ശ്രീ പ്രഹ്ലാദ് ജോഷി. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷിയാണ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം. അപ്പം പുനരുപയോഗ ഊർജ്ജ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷിയാണ്. ശ്രീ ഗിരിരാജ് സിംഗ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയമാണ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് ആണ്. അടുത്തത് ശ്രീ ജ്യോതിരാദിത്യ M സിന്ധ്യ. വാർത്താവിനിമയ വകുപ്പ് വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം. വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജ്യോതിരാദിത്യ M സിന്ധ്യയാണ്. അടുത്തത് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സാംസ്കാരിക വകുപ്പ്, ടൂറിസം വകുപ്പ്. അപ്പോൾ സാംസ്കാരികം ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. അടുത്തത് ശ്രീ കിരൺ റിജിജു കൈകാര്യം ചെയ്തത് പാർലമെൻ്ററി കാര്യ വകുപ്പ്, ന്യൂനപക്ഷ കാര്യം. അപ്പം ന്യൂനപക്ഷ കാര്യം നോക്കുന്നത് ശ്രീ കിരൺ റിജിജു ആണ്. അടുത്തത് ശ്രീ മൻസുഖ് L മാണ്ഡവ്യ. തൊഴിൽ മന്ത്രാലയം, യുവജനകാര്യ കായിക മന്ത്രാലയം. അപ്പോൾ തൊഴിൽ വകുപ്പും യുവജനകാര്യ കായിക മന്ത്രാലയം ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ മൻസുഖ് L മാണ്ഡവ്യയാണ്. അടുത്തത് ശ്രീ ചിരാഗ് പസ്വാൻ. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ചിരാഗ് പാസ്വാനാണ്.
അടുത്തത് ശ്രീ ജഗത് പ്രകാശ് നന്ദ. ശ്രീ ജഗത് പ്രകാശ് നന്ദ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, രാസവസ്തുക്കൾ വളങ്ങൾ മന്ത്രാലയം. അപ്പോൾ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജഗത് പ്രകാശ് നദ്ദയാണ്. അടുത്തത് ശ്രീ നിർമ്മല സീതാരാമൻ. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ നിർമ്മല സീതാരാമൻ. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അത് നോക്കുന്നുണ്ട്. അപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ നിർമ്മല സീതാരാമൻ. ശ്രീ മനോഹർ ലാൽ ഭവന നഗരകാര്യ മന്ത്രാലയം, ഊർജ മന്ത്രാലയം. ഇപ്പം ഊർജ വകുപ്പ് കൈകാര്യം ചെയ്തതും ഭവന നഗരകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ മനോഹർ ലാലാണ്. ശ്രീ പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ വകുപ്പ്. അപ്പോൾ വാണിജ്യ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ പീയൂഷ് ഗോയൽ. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ശ്രീ പീയൂഷ് ഗോയൽ. ഇത് ശ്രീ ജിതിൻ റാം മാഞ്ചി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ മന്ത്രാലയം. അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജിതിൻ റാം മാഞ്ചിയാണ്. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജിതിൻ റാം മാഞ്ചിയാണ്. അടുത്തത് ശ്രീ സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. അപ്പോൾ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ സർബാനന്ദ സോനോവാളാണ്. ശ്രീ കിഞ്ചരബു രാംമോഹൻ നായിഡു കൈകാര്യം ചെയ്യുന്നത് സിവിൽ വ്യോമയാന മന്ത്രാലയം. ശ്രീ ജുവൽ ഓറം കൈകാര്യം ചെയ്യുന്നത് ഗോത്രകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ ശ്രീ ജുവൽ ഓറം കൈകാര്യം ചെയ്യുന്നത് ഗോത്രകാര്യ വകുപ്പാണ്. അത് ശ്രീ അശ്വനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് റെയിൽവേ, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം. ഇപ്പോൾ റെയിൽവേ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ്, വാർത്താ വിതരണ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ അശ്വനി വൈഷ്ണവാണ്. ശ്രീ ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്തത് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ പരിസ്ഥിതി വകുപ്പ്, വനവകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഭൂപേന്ദർ യാദവാണ്. ശ്രീമതി അന്നപൂർണ ദേവി വനിതാ ശിശു വികസന മന്ത്രാലയം. വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്തത് അന്നപൂർണ ദേവിയാണ്. ശ്രീ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. അപ്പോൾ പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ കൈകാര്യം ചെയ്തത് ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ്. ശ്രീ ജി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രാലയം, ഖനി മന്ത്രാലയം. അപ്പം കൽക്കരി ഖനി വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജി കിഷൻ റെഡ്ഡിയാണ്. ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രാലയം. ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ നോക്കാം. ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സ്റ്റാറ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം, ആസൂത്രണ മന്ത്രാലയം. അപ്പോൾ സ്റ്റാറ്റിറ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആസൂത്രണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് ആണ്. അടുത്തത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, ഭൗമശാസ്ത്ര മന്ത്രാലയം. ശ്രീ അർജുൻ റാം മേഘ്വാൾ നിയമനീതി മന്ത്രാലയം. നിയമനീതി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ അർജുൻ റാം മേഘ്വാളാണ്. അടുത്തത് ശ്രീ ജയന്ത് ചൗധരി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. നൈപുണ്യ വികസന സംരംഭകത്വ വകുപ്പ് ശ്രീ ജയന്ത് ചൗധരിയാണ്. ശ്രീ ജാദവ് പ്രതാപ റാവു ഗണപതി റാവു കൈകാര്യം ചെയ്യുന്നത് ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി മന്ത്രാലയം, ആയുഷാണ്. ആയുഷ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജാദവ് പ്രതാപ റാവു ഗണപതി റാവു ആണ്. ഓൾറെഡി 36 സഹമന്ത്രിമാരുണ്ടെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ 2 മലയാളികളും കൂടിയുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ ഇവർ 2 പേരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും കൂടെ നോക്കാം. ശ്രീ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം, ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയം. സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം, ടൂറിസം മന്ത്രാലയമാണ്.